കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 5 പ്രാവശ്യം ഒരുമിച്ച് പറയാം. ഈശോയെ, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേ. ഈശോയെ, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേ. ഈശോയെ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേ. ഈശോയെ, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേ. ഈശോയെ, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഓടി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് അസ്വസ്ഥതകളുള്ളത്. നമ്മുടെ അസ്വസ്ഥതകളുടെ കാരണം നമ്മൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഓടി നടക്കുന്നു എന്നതാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. അതിന് മാറ്റം വരണം. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഓടി നടക്കുന്നു എന്നതിന് പകരം നമ്മൾ ഈശോയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എന്ന സ്ഥിതി ഉണ്ടാകണം. ശ്വാസമെടുക്കാം. നമ്മുടെ ഗാർഹിക ജീവിതവുമായി ബന്ധപ്പെട്ടാകാം, ജോലിയുമായി ബന്ധപ്പെട്ടാകാം, മക്കളുമായി ബന്ധപ്പെട്ടാകാം, ഏത് കാര്യവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഈശോയ്ക്കൊരു പദ്ധതിയുണ്ട്, ഈശോയ്ക്ക് ആഗ്രഹങ്ങളുണ്ട്. ഈശോയുടെ ആ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകണം. ഈശോയെ, നിന്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 5 പ്രാവശ്യം ഒരുമിച്ച് പറയാം. ഈശോയെ, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ എന്നിൽ പൂർത്തിയാക്കണമേ. 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 കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഓടുക എന്നതല്ല, ഈശോയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ജീവിക്കുക എന്നതാണ് ജീവിത ലക്ഷ്യത്തിലേക്കുള്ള എളുപ്പവഴി. നമ്മൾ ജീവിതത്തിൻ്റെ സായുജ്യം കണ്ടെത്തുന്നത് ഈശോയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ്. നമ്മൾ ജീവിതത്തിൻ്റെ സാഫല്യം കണ്ടെത്തുന്നത്, ജീവിതത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത് ഈശോയുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുമ്പോഴാണ്. നമ്മൾ ദൈവീക ജീവനിൽ ലയിച്ചു ചേരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈശോയെപ്പോലെ സ്നേഹിക്കണമെന്ന്, ദൈവസ്നേഹത്താൽ കത്തിജ്വലിക്കണമെന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ബന്ധിതനായ ഈശോയുടെ രൂപത്തിൻ്റെ മുൻപിൽ നിന്ന് അമ്മ ത്രേസ്യ ഇങ്ങനെ പ്രാർത്ഥിച്ചു.
യേശുവേ, എൻ്റെ സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നിന്റെ ഹിതം മാത്രം പൂർത്തീകരിക്കാൻ ചെയ്യുവാൻ കൃപ നൽകണമേ. ഞാൻ എവിടെ ആയിരിക്കണമെന്ന്, ഞാൻ എവിടെ പോകണമെന്ന്, ഞാൻ എന്ത് പറയണമെന്ന്, ഞാൻ എവിടെ പോകരുതെന്ന്, ഞാൻ എന്ത് പറയരുതെന്ന്, ഞാൻ എന്ത് ചിന്തിക്കരുതെന്ന്, ഞാൻ എന്ത് ചിന്തിക്കണമെന്ന് ഒക്കെയുള്ള ദൈവത്തിൻ്റെ ഹിതമുണ്ട്. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിനത്തിലും ഓരോ നിമിഷത്തിലും നിന്റെ ആ തിരുഹിതം പൂർത്തിയാക്കാൻ കൃപ നൽകണമേ. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വയ്ക്കാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. യേശുവേ, സ്നേഹമേ, നിന്റെ സ്വന്തമാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്തു.